ശാരീരിക അസ്വാസ്ഥ്യവുമായി എത്തിയ രോഗിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകിയതായി പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. ചികിത്സ മാറി നൽകിയത് മൂലം വെന്റിലേറ്ററിലായി പേരാമ്പ്ര സ്വദേശിനിയായ 37 വയസ്സുകാരി രജനി. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് മേപ്പയൂർ സ്വദേശി രജനി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിയതെങ്കിലും കാര്യമായ അസുഖങ്ങളില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ മടക്കി അയച്ചു. പിന്നീട് വേദന സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വീണ്ടും ചികിത്സ തേടുന്നത്. ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് രജനിക്ക് മറ്റസുഖങ്ങളില്ലെന്നും മാനസിക രോഗമാണെന്നുമാണ്. ഇതിനെ തുടർന്ന് മാനസിക രോഗത്തിനുള്ള മരുന്നും കൗൺസിലിംഗും ഉൾപ്പെടെ നൽകിയെന്ന് കുടുംബം പറയുന്നു. എൻ്റെ ഭാര്യ രജനീന്ന് സുഖം അത്രയും മുട്ടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നമില്ല, ഇവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമാണ്, മാനസിക രോഗിയാണ്. അതിനെക്കൊണ്ട് നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടറെ വിളിക്കണം. സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടർ വന്ന് നോക്കി ഗുളിക നിങ്ങൾ ഓടുന്നത് കാണിക്കേണ്ടത് ന്യൂറോളജിൻ്റെ അതല്ലേ കാണണ്ടേ. പക്ഷേ ഇവർ നേരിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് സൈക്കാട്രിസ്റ്റിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. പരാതി സൂപ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം ഞാൻ സൂപ്രണ്ടിൻ്റെ വയ്യ നടന്ന് ഞാൻ കണ്ടില്ല. എന്നാൽ 3-ാമത്തെ ദിവസം ഇന്ന് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരിക്കും. ഏറെ വൈകിയാണ് രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന GBS എന്ന അസുഖമാണ് രജനിക്കെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയത്. നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് രജനി. അസുഖം തിരിച്ചറിയാൻ വൈകിയതും മാനസിക രോഗത്തിന്റെ മരുന്നുകൾ കഴിച്ചതുമാണ് രജനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും കുടുംബം പറയുന്നു. ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു. ജനം, കോഴിക്കോട്.